തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം 25-ാം വാക്യം. അപ്പോൾ ഫറവോൻ മോശയെയും അഹ്റോനെയും വിളിപ്പിച്ചു, നിങ്ങൾ പോയി ദേശത്ത് വെച്ച് തന്നെ നിങ്ങളുടെ ദൈവത്തിന് യാഗം കഴിപ്പീൻ എന്ന് പറഞ്ഞു. മിസ്രൈമിൽ ഫറവോന്റെ അടിമയിലായിരുന്ന ദൈവജനത്തിന്റെ കഷ്ടതയുടെ നിലവിളി സ്വർഗത്തിലെ ദൈവം കേട്ടു. മിസ്രൈമ്യർ അവരെ ഞെരുക്കുന്ന ഞെരുക്കം അവൻ കണ്ടു. അവിടെ നിന്ന് അവരെ വിടുവിക്കുന്നതിനായിട്ടാണല്ലോ മോശയും അഹ്റോനെയും വിളിച്ചതും മിസ്രൈമിലേക്ക് അയച്ചതും. മോശയും അഹ്റോനും ഫറവോന്റെ അടുക്കൽ ചെന്ന് ഫറവോനോട്, മരുഭൂമിയിൽ യഹോവയായ ദൈവത്തിന് ഉത്സവം കഴിക്കേണ്ടതിന് എൻ്റെ ജനത്തെ വിട്ടയക്കണമെന്ന് ഇസ്രായേലിന്റെ ദൈവം യഹോവ കൽപ്പിക്കുന്നുവെന്ന് ആവശ്യപ്പെട്ടു. ഉടൻ ഫറവോൻ, ഞാൻ യഹോവയുടെ വാക്ക് കേൾക്കേണ്ടതിന് അവൻ ആർ? ഞാൻ അവനെ അറിയുകയില്ല എന്ന് പറഞ്ഞു. തുടർന്ന് യഹോവയുടെ ഇടപെടൽ മിസ്രൈമിൽ ഉണ്ടാവുകയാണ്. തുടർച്ചയായ ബാധകൾ ഉണ്ടാകുന്നു. ആദ്യത്തെ 4 ബാധകൾ ഉണ്ടായതോടുകൂടി ഫറവോൻ ഭയചകിതനാകുന്നു. ജനത്തെ വിട്ടയക്കുവാൻ ഒരു പകുതി മനസ്സോടെ ഒരു ഉപാധി മുന്നോട്ട് വയ്ക്കുകയാണ്. മോശയും അഹ്റോനെയും ഫറവോൻ വിളിപ്പിച്ചിട്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കണം എന്നല്ലേ ആവശ്യം? അത് ഈ ദേശത്ത് വെച്ച് തന്നെ നടത്തിക്കൊള്ളുക. അതാണ് മുകളിൽ ഉദ്ധരിച്ച വാചകത്തിന്റെ പശ്ചാത്തലം. ആത്മീയമായ അനേക രഹസ്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള ഒരു ഭാഗമാണിത്. ദൈവജനം മിസ്രൈമിൽ ഫറവോന്റെ അടിമയിലായിരിക്കുന്നു. ഫറവോൻ സർവ്വ ക്രൂരതയുടെയും സ്വാർത്ഥതയുടെയും തിന്മയുടെയും തലവനാണ്. സാത്താന്റെ പ്രതിനിധിയാണ്. അവൻ ഭരണം നടത്തുന്ന സ്ഥലമാണ് മിസ്രൈം. അവൻ ഭരിക്കുന്ന സ്ഥലത്ത് ദൈവജനം അകപ്പെട്ടിരിക്കുന്നു. ഒരു കാലത്ത് ദൈവജനത്തിന്റെ പ്രതിനിധിയായ ജോസഫ് മന്ത്രിയായി ഫറവോനെ അവന്റെ പരിധിയിൽ നിർത്തി ഭരണം നടത്തിയിരുന്ന സ്ഥലമാണ് മിസ്രൈം. കാലക്രമത്തിൽ ദൈവജനം ഫറവോന്റെ പരിധിയിലും അടിമയിലുമായി മാറുന്നു. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവാത്മാവാണ് ദൈവജനം എന്ന് ഇവിടെ വിവക്ഷിച്ചിരിക്കുന്നത്. ഫറവോൻ ഭരണം നടത്തുന്ന മിസ്രൈം എന്നത് സാത്താന്റെ ഇഷ്ടത്തിന് വിധേയപ്പെട്ട് നിൽക്കുന്ന മനസ്സും ശരീരവുമാണ്. ഇപ്രകാരമുള്ള ശരീരത്തിന്റെയും മനസ്സിന്റെയും ഇടയിൽ നിന്ന് നമ്മുടെ ആത്മാവ് ഞെരുങ്ങുകയുമാണ്. അതാണ് എൻ്റെ ജനത്തിന്റെ കരച്ചിൽ ഞാൻ കേട്ടുവെന്നും ഞെരുക്കം കണ്ടുവെന്നും യഹോവ പറയുന്നത്. അവിടെ നിന്ന് ആത്മാവിനെ മോചിപ്പിക്കുവാനായി യഹോവ അയക്കുന്ന മോശയും അഹ്റോനും പരിശുദ്ധ സഭയും പൗരോഹിത്യവുമാണ്. ആത്മാവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ദൈവത്തെ ആരാധിക്കുക, അഥവാ എപ്പോഴും ദൈവവുമായി സംസർഗത്തിൽ കഴിയുക എന്നതാണ്. എന്നാൽ മിസ്രൈമും ഫറവോനും ഊഴിയ വേലകളിലിട്ട് ആത്മാവിനെ അന്ധകാരത്തിൽ വട്ടം ചുഴറ്റുക എന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവരും ആണ്. മോശ ഫറവോന്റെ അടുക്കൽ ചെന്ന് ദൈവജനത്തെ വിട്ടയക്കണമെന്ന് പറയുമ്പോൾ ആദ്യം ഫറവോൻ പറഞ്ഞ മറുപടി വളരെ രസകരമാണ്. ഞാൻ യഹോവയെ അനുസരിക്കേണ്ടതിന് അവൻ ആർ? ഞാൻ അവനെ അറിയുകയില്ല. പുറപ്പാട് പുസ്തകം 5:2. ഇത് അവൻ യഹോവയെ അറിയാത്തത് കൊണ്ടല്ല, മറിച്ച് അവൻ്റെ അഹങ്കാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും പ്രകടനമാണ്. ചിലപ്പോഴൊക്കെ നമ്മളും ദൈവത്തെക്കുറിച്ചോ ആരാധനയെക്കുറിച്ചോ ദൈവപുരുഷന്മാരെക്കുറിച്ചോ നല്ലതായി ജീവിക്കുന്നവരെക്കുറിച്ചോ ഒക്കെ വളരെ നികൃഷ്ടമായും നിന്ദ്യമായും അവഹേളനാപരമായും ഒക്കെ സംസാരിക്കാറില്ലേ? ഇത് നമ്മിൽ ഭരണം നടത്തുന്ന ഫറവോന്റെ അഹങ്കാരമാണെന്ന് നാം തിരിച്ചറിഞ്ഞിരിക്കണം. ചില സഭാ നേതാക്കന്മാർ തന്നെ മറ്റ് സഭാവിശ്വാസികളെയും അവരുടെ ആരാധനയെയും ആചാരാനുഷ്ഠാനങ്ങളെയും ഒക്കെ വളരെ നിന്ദ്യമായി അവഹേളിക്കുന്നതൊക്കെ നാം കേൾക്കാറുണ്ടല്ലോ. അതും ഇതിന് സമാനമായി അവരിൽ വസിക്കുന്ന ഫറവോന്റെ അഹങ്കാരത്തിന്റെ മനസ്സിന്റെ ബഹുസ്ഫുരണമായേ നമുക്ക് കാണുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. തുടർന്നുള്ള ഫറവോന്റെ ഉപാധിയാണ് ഏറെ ശ്രദ്ധിക്കേണ്ട വിഷയം. അവൻ പറയുന്നു, ജനം മിസ്രൈമിൽ വെച്ച് തന്നെ ദൈവത്തെ ആരാധിച്ചു കൊള്ളട്ടെ, അതിനുള്ള ക്രമീകരണമെല്ലാം ഞാൻ ചെയ്തു തരാം. സാത്താന്റെ പിടിയിൽ അകപ്പെട്ട് കിടക്കുന്ന നമ്മുടെ ഉള്ളിലെ ആത്മാവിനെ അവന്റെ പിടിയിൽ തന്നെ നിർത്തിക്കൊണ്ട് അവൻ ഭരിക്കുന്ന രാജ്യത്ത് തന്നെ താമസിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ സാത്താൻ അനുവാദം തരുന്ന അവസ്ഥ എത്ര ദൗർഭാഗ്യകരമാണ്. ഇന്നത്തെ നമ്മുടെ സഭയും സമൂഹവും എല്ലാം ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ സാത്താന്റെ പിടിയിലും അവന്റെ നിയന്ത്രണത്തിൽ നിന്നുകൊണ്ട് തന്നെ ആരാധനയും സഭാജീവിതവും ആത്മീയ പ്രവർത്തനവും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. ഏതുതരം ദുഷ്ടതയും ചതിവും വഞ്ചനയും നടത്തുന്ന അതേ അവസരത്തിൽ തന്നെ പള്ളി ആരാധനയും ഭക്തി പ്രദർശനങ്ങളും എല്ലാം നാം നിർവഹിക്കുന്നു. ഇത് ഫറവോന്റെ തന്ത്രത്തിൽ വീണുപോയ ആത്മാവിന്റെ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ മോശ ഫറവോന്റെ മുഖത്ത് നോക്കി പറയുന്നു, നിന്റെ അടിമത്തത്തിലും നീ ഭരിക്കുന്ന രാജ്യത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ആരാധിപ്പാൻ സാധ്യമല്ല. ഞങ്ങൾക്ക് ഈ ദേശം വിട്ട് പോയേ മതിയാവൂ. ഈ ഒരു വലിയ രഹസ്യം നാം മനസ്സിലാക്കണം. സാത്താന്റെ പിടിയിൽ നിന്നുകൊണ്ടുള്ള ആത്മീയ പ്രവർത്തനം നാം അവസാനിപ്പിക്കണം. എങ്കിൽ മാത്രമേ നാം യഥാർത്ഥ ആത്മീയന്മാരായി മാറുകയുള്ളൂ. ഒരേ സമയത്ത് 2 യജമാനന്മാരെ സേവിപ്പാൻ ഒരു ഭൃത്യനും കഴിയുകയില്ല എന്ന് അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് ഉത്ബോധിപ്പിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:24. ദൈവത്തെയും മാമോനെയും ഒരേ സമയത്ത് സ്നേഹിച്ചും ആരാധിച്ചും കൂടെ കൊണ്ടു നടക്കുവാനുള്ള ശ്രമം ഏതെങ്കിലും വിധത്തിൽ നമ്മിൽ ഉണ്ടോ എന്ന് പരിശോധിച്ച് അത് ഉപേക്ഷിക്കുവാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾക്ക് ഫറവോൻ ഭരണം നടത്തുന്ന
മിസ്രൈം ദേശം വിട്ടു പോയേ മതിയാവൂ എന്ന മോശയുടെ നിലപാട് മനസ്സിലാക്കി ജീവിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം.